നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ടൈമിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കണം. ഓരോ മണിക്കൂറും നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ മണിക്കൂറും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കണം. നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കണം, നമുക്ക് സ്കില്ലില്ലെങ്കിൽ ഇപ്പോൾ ഡിയറസ്റ്റ് എന്നുള്ള ഫേമിൽ നിങ്ങൾ ഇറങ്ങി വേറൊരു ഫേമിലേക്ക് പോയാലും നിങ്ങൾക്ക് സ്കില്ലില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമുക്ക് എവിടെ പോയിട്ടും ഒന്ന് ബാർഗെയിൻ ചെയ്ത് നമുക്കൊരു സാലറി കൂടുതൽ ചോദിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ഇൻസെൻറ്റീവ് കൂടുതൽ ചോദിച്ച് നിൽക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്കില്ല് വേണം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ഡിയറസ്റ്റ്. ഈ ഡിയറസ്റ്റിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോയിട്ട് എന്താ കാര്യം? അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിലല്ല നമ്മുടെ പ്രാധാന്യം. നമുക്കിപ്പോൾ ഇവിടെ എന്ത് സാലറി കിട്ടുന്നു, നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചാൽ മതി എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. ഓരോ നിമിഷത്തിലും നമ്മുടെ സ്കില്ലാണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. ഓരോ സെക്കൻഡിലും നിങ്ങൾക്കൊരു വർക്ക് തന്നു, നിങ്ങളിപ്പോൾ ഒരു ഡിസൈൻ വർക്ക് തന്നു, അതിലും നിങ്ങളുടെ ബെസ്റ്റ് എന്താണോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിജയിക്കണമെങ്കിൽ ഒറ്റ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് സമാധാനം എന്ന് പറഞ്ഞത്. വേണ്ടേ? സമാധാനമില്ലെങ്കിൽ പ്രിൻസ് നമ്മൾ എവിടെ വിജയിക്കുന്നു? നമുക്ക് എന്ത് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചിന്തിക്കാൻ കഴിയുക? നമുക്ക് വിഷൻ വേണ്ടേ? നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ വേണം. ഒരുപാട് ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. പണത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ്, എനിക്ക് അത്രയൊന്നും വേണ്ട, എനിക്കിങ്ങനെ ജീവിച്ചു പോകാനുള്ള എന്തെങ്കിലും കിട്ടിയാൽ മതി, ആ ചിന്ത തന്നെ മാറ്റണം. നമുക്ക് ഇത്രയൊന്നും കിട്ടിയാൽ പോരാ, നമുക്ക് ഒരുപാട് കിട്ടണം. അറിയാം വേണം, നമുക്ക് ഒരുപാട് കിട്ടണം. പക്ഷെ അത് കിട്ടണമെങ്കിൽ നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കണം. നമ്മുടെ ടൈമിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നമുക്ക് കിട്ടിയ ടൈമിൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുമോ, ഇത് നമ്മൾ ജോലിക്കോ നമ്മുടെ സാലറിക്കോ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമ്മുടെ സ്കില്ലിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ ദിവസവും ഇപ്പം ഞാനൊക്കെ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഓരോ സമയത്തും ഞാൻ ചിന്തിക്കുകയും അതാണ് എൻ്റെ ചിന്ത. അതിൻ്റെ ഇടയിൽ എൻ്റെ രാഷ്ട്രീയം, എൻ്റെ മതം ഒന്നും കയറി വരുന്നില്ല. വന്നാൽ തന്നെ അതെൻ്റെ വിഷയമല്ല. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ഇൻവോൾവ് ആവുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രൊഡക്ടിവിറ്റിയും കിട്ടില്ല. നല്ല ഹാപ്പി ഉള്ളൊരു ദിവസത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ക്രിയേറ്റിവിറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് എന്ത് വേണം? നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ സെറ്റ് ചെയ്യണം.